ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ഓക്കെ, ഇൻ എ സ്കൂൾ സ്റ്റുഡൻസ് തോട്ട് ഓഫ് പ്ലാന്റിംഗ് ട്രീസ് ഇൻ ആൻഡ് around the school to reduce air pollution. It was decided that the number of trees that each section of each class will be planted will be the same as the class in which they are studying. Example, a section of class 1 will plant 1 tree, the section class 2 will plant 2 trees, and so on till class 12. There are 3 sections of each classes. How many trees will be planted by the students? Question മനസ്സിലായോ? ഒരു സ്കൂളിൽ എയർ പൊല്യൂഷൻ തടയാനും വേണ്ടിയിട്ട് മരങ്ങൾ വെച്ച് പിടിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അതിൽ ഓരോ ക്ലാസ്സുകളും അവരുടെ ക്ലാസ് അനുസരിച്ച് എണ്ണത്തിൽ മരത്തിൻ്റെ തൈകൾ നടാൻ തീരുമാനിച്ചു. എക്സാമ്പിൾ, ഫസ്റ്റ് ക്ലാസ് 1 ട്രീ, സെക്കൻഡ് ക്ലാസ് 2 ട്രീ, തേർഡ് ക്ലാസ് 3 ട്രീ, അങ്ങനെ +2 വരെ ഉണ്ട്, 12th ക്ലാസ് വരെ. ഓരോ ക്ലാസ്സിനും 3 ഡിവിഷൻ വീതമുണ്ട്. എങ്കിൽ എത്ര ട്രീസ് ആയിരിക്കും പ്ലാന്റ് ചെയ്യുന്നത്? ക്ലാസ് 1 1 ട്രീ, ക്ലാസ് 1 എത്ര ഉണ്ട്? 3 ഉണ്ട്. 3 സെക്ഷൻ ഫോർ ഈച്ച് ക്ലാസ്. സോ ക്ലാസ് 1 ടോട്ടൽ എത്ര ഉണ്ടാവും? അപ്പോൾ 3. ക്ലാസ് 2 ട്രീസ്, ക്ലാസ് 2ഉം 3 സെക്ഷൻ ഉണ്ട്, അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 2 × 3 6. ക്ലാസ് 3 3 എണ്ണം. ഓക്കെ, അപ്പോൾ അവിടെ 3 സെക്ഷൻ, 3 × 3 9. ഓക്കെ, അപ്പോൾ 3 6 9, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസ്സസ് 12 ആണ്. ആകെ എത്ര ക്ലാസ് ഉണ്ട്? 12 ക്ലാസ് ഉണ്ട്. ഓക്കെ, നമ്പർ ഓഫ് പ്ലാൻസ്, ഫസ്റ്റ് ക്ലാസ്സിൽ 3 എണ്ണം, സെക്കൻഡ് ക്ലാസ്സുകാർ 6 എണ്ണം, തേർഡ് ക്ലാസ്സുകാർ 9, ഫോർത്ത് ക്ലാസ് 12. ഫോർത്ത് ക്ലാസ് 12 വരെ വരിക. നോക്കിയാൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് എത്ര എണ്ണം പ്ലാന്റ് ചെയ്യണം? ഫോർത്ത് സ്റ്റാൻഡേർഡ് 4 എണ്ണം പ്ലാൻ ചെയ്യണം. എത്ര സെക്ഷൻ ഉണ്ട്? 3 സെക്ഷൻ. അപ്പോൾ 4 × 3 12. കണ്ടോ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? 3 6 9 12 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 12 ടേംസ് അതിലുണ്ട്. എത്ര ടേംസ് ഉണ്ട്? 12 ടേംസ് ഉണ്ട്. കാരണം 12 ക്ലാസ് അല്ലേ, അപ്പോൾ 12 ടേംസ് ഉണ്ട്. അപ്പോൾ 12 ടേംസിൻ്റെ സമ്മ് കണ്ടാൽ പോരെ? എന്നിങ്ങനെ സമ്മ് കാണുക, n/2 × 2f + n-1 × d. അതിൽ n എന്ന് പറഞ്ഞാൽ 12 ആണ്, 12 ക്ലാസ്. ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ്, ഫോർത്ത് സ്റ്റാൻഡേർഡ്, അങ്ങനെ 12th സ്റ്റാൻഡേർഡ് വരെ ഉണ്ട്. ഓക്കെ, ദെൻ എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അത് 3 ആണ്. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, 6 ന്ന് 3 പോയാൽ 3. ഈ ശ്രേണി എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ? ഒരിക്കൽ കൂടി ഞാൻ ശ്രേണി എഴുതി പറഞ്ഞു കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 1 ട്രീ, ടോട്ടൽ 3 ക്ലാസ് ഉണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, അപ്പോൾ 1 × 3 3. സെക്കൻഡ് സ്റ്റാൻഡേർഡ് 2 എണ്ണം, സെക്കൻഡ് സ്റ്റാൻഡേർഡും ഉണ്ട് 3 എണ്ണം, അപ്പോൾ 2 × 3 6. തേർഡ് സ്റ്റാൻഡേർഡുകാർ 3 എണ്ണം, അവരും ഉണ്ട് 3 ക്ലാസ്, അപ്പോൾ 3 × 3 9. ഫോർത്ത് സ്റ്റാൻഡേർഡുകാർ 4 എണ്ണം, 4 ട്രീസ്, അവരും 3 ക്ലാസ്, 4 × 3 12. കണ്ടോ? ഓക്കെ, ഇനി ഞാനിതിൽ കൊടുക്കാൻ പോകാം കേട്ടോ. 12/2 12/2 × 2 × f ഫസ്റ്റ് ടേം 3 ആണ്, പ്ലസ് 12 - 1 n-1 12 - 1 d എന്ന് പറഞ്ഞാൽ 6 - 3 3. 12/2 6, 2 × 3 6, 12 - 1 11 × 3. എങ്ങനെ ചെയ്യണം? 11ക്ക് 6 കൂട്ടിയിട്ട് അതിനെ 3 കൊണ്ട് ഗുണിക്കല്ലേ ചെയ്യുക? അല്ല, എങ്ങനെ ചെയ്യുക? 11നെ 3 കൊണ്ട് ഗുണിക്കണം ആദ്യം. ബോർഡ് മാസ് പ്രകാരം ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ 11 × 3 33. എന്നിട്ട് ആ 33ലോട്ട് 6 കൂട്ടണം, അപ്പം 39. അതിനുശേഷം ആ 39നെ 6 കൊണ്ട് ഗുണിക്കണം. 9 6 54ക്ക് 4 ശിഷ്ടം 5, 6 3 18, 18ഉം 5ഉം 23, 234. അപ്പോൾ എത്ര ട്രീസ് നട്ടിട്ടുണ്ടാകും? 234 മരങ്ങൾ നട്ടിട്ടുണ്ട്. എത്ര മരങ്ങൾ നട്ടിട്ടുണ്ട്? 234, 234 ട്രീസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ?